ഗൈസ്, ഇന്ന് വൈകുന്നേരം എടപ്പള്ളി സൈഡിൽ കൂടി പോയപ്പോൾ ഈ ഒരു ഷോറൂമിൻ്റെ മുമ്പിൽ ഇതിനു വേണ്ടി തിരക്കണ്ടപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി വണ്ടി വിട്ടടിച്ച് വന്ന് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. കൊച്ചിയിലുള്ള ഹർമ്മം മോട്ടോഴ്സിൻ്റെ രണ്ടാമത്തെ ഷോറൂമിൻ്റെ ഉദ്ഘാടനമായിരുന്നു എന്നുള്ളത്. പക്ഷേ ഷോറൂമിൻ്റെ ഉദ്ഘാടനം ഏതാണ്ട് ഒരു 5 മണി നേരത്ത് കഴിഞ്ഞിരുന്നു. ഞാനെത്തിയപ്പോഴത്തേനും ഏതാണ്ട് ഒരു 6 മണി 6:15 ഇടയിലാണ് ഞാനവിടെ എത്തിയത് തന്നെ. എന്തായാലും വന്ന സ്ഥിതിക്ക് ഷോറൂമിൻ്റെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ ഉള്ളിൽ കിടക്കുന്ന വണ്ടികളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമല്ലോ എന്ന് കരുതി. പക്ഷേ ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഇതെൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. ഈ ചാനലിൻ്റെ പേര് സ്ട്രേഞ്ചേഴ്സ് വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട്. ഗൈസ്, ഈ ഒരു ഡോറ് തുറന്ന് നേരെ അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണുന്നത് ഹർമ്മം മോട്ടോഴ്സിൻ്റെ ഒരു റിസപ്ഷനാണ്. എന്നാൽ അവിടെ നിന്ന് നേരെ റൈറ്റിലോട്ട് വരുമ്പോഴത്തേനും ഒരു 5.9 ലിറ്റർ V12 എഞ്ചിനായിട്ടുള്ള ഒരു കിട്ടിലൻ മോഡൽ മഞ്ഞ കളറിലെ ആസ്റ്റൺ മാർട്ടിൻ അവിടെ കിടപ്പുണ്ട്. ആസ്റ്റൺ മാർട്ടിൻ്റെ ഈ ഒരു മോഡൽ വാൻകിഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് ഈ കിടക്കുന്നത്. സംഭവം ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു കളറേ അല്ല, നമ്മൾ നേരിട്ട് അവിടെ നിന്ന് കാണുമ്പോൾ കാണുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഫുൾ ബ്ലാക്ക് ഫിനിഷ്ഡ് ആയിട്ട് ഒരു പോർഷയുടെ കൈമാനാണ് കിടക്കുന്നത്. അതും പറഞ്ഞ് ഫുൾ വേറെ ലെവലാണ്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടിട്ടുണ്ടെക്കുന്നത് ബെൻസിൻ്റെ സി ക്ലാസ് കൺവെർട്ടബിൾ ആയിട്ടുള്ളൊരു മോഡലാണ് നമ്മൾ ഈ കണ്ടിട്ടുണ്ടെക്കുന്നത്. ഈ ഒരു വണ്ടിയും അത്യാവശ്യം നല്ലൊരു പ്യുവർ വൈറ്റ് ആയിട്ടുള്ളൊരു കളറ്. ഇതൊരു യൂസ്ഡ് വണ്ടിയായിട്ട് തോന്നണേ ഇല്ല. ഇതൊന്നും തന്നെയല്ല, ഈ ഒരു ഷോറൂമിൽ കിടക്കുന്ന എല്ലാ വണ്ടികളും യൂസ്ഡ് ആണ്. പക്ഷേ ഈ ഒരു വണ്ടിയുടെ അടുത്ത് നിൽക്കുമ്പോൾ അതായത് യൂസ്ഡ് ആണെന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമേ തോന്നുന്നില്ല. അത്രത്തോളം വെറുതെ നല്ലൊരു പക്ക പുത്തൻ വണ്ടികളായിട്ട് തന്നെയാണ് നമുക്ക് ശരിക്കും തോന്നുന്നത്. ബാക്കി വണ്ടികളൊക്കെ അതേ ഇവിടെ നിരന്നങ്ങൾ കിടപ്പുണ്ട്. അതിനകത്ത് വന്നിരിക്കുന്നത് പച്ച കളറിലെ നല്ലൊരു കിട്ടിലും മിനി കൂപ്പറും അതുപോലെ തന്നെ ചുമപ്പ് കളറിലെ ബെൻസും അതിൻ്റെ അപ്പുറത്തായിട്ട് സിൽവർ കളറിലെ ഓൾഡ് Q8ഉം അതിൻ്റെ അപ്പുറത്തേക്ക് ബാക്കിയുള്ള വണ്ടികളായിട്ടൊക്കെ കൊണ്ട് കിടപ്പുണ്ട്. ഏതാണ്ട് ഈ ഒരു ഷോറൂമിനകത്ത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-12 വണ്ടികൾ ഏതാണ്ട് ഇപ്പം നിലവിൽ ഇതിനകത്ത് കിടപ്പുണ്ട്. ഈ ഒരു ഫ്രെയിമിൽ എനിക്ക് തോന്നുന്നു കാറിൻ്റെ കളറും അതുപോലെ തന്നെ ആ ഒരു ഷോറൂമിൻ്റെ കളറും ആ ഒരു കറക്റ്റ് സിൽവർ തന്നെ വന്നിട്ടാണ് തോന്നുന്നു. വണ്ടിയുടെ ബാക്ക് പ്രൊഫൈൽ അത്യാവശ്യം നല്ലൊരു ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്നു. പിന്നെ ഈ കിടക്കുന്ന V8 എഞ്ചിനായിട്ടുള്ള ബെൻസിൻ്റെ ജി വാഗൺ. ഈ ഒരു മോഡലിൻ്റെ ഓൾറെഡി വീഡിയോ ഞാൻ 2-3 ദിവസം മുന്നേ അരുൺ സ്മോക്കിയുടെ വീഡിയോയിൽ കണ്ടതേ ഉള്ളൂ. ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ലൊരു എമൗണ്ട് പൊട്ടിച്ച് എന്താ പറയുക നന്നായിട്ട് ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്ന ഒരു വണ്ടിയാണ്. എക്സോസ്റ്റ് സൗണ്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു മോഡലായിട്ടുള്ളൊരു വണ്ടിയാണെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി കണ്ടിരുന്നു. ഈ ഒരു വണ്ടിയുടെ സൗണ്ട് നേരിട്ട് കേൾക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും വണ്ടി അത്യാവശ്യം ചെയ്തേക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ എന്താ പറയുക വിൻഷീൽഡാണെങ്കിലും അതുപോലെ തന്നെ ആ വണ്ടിയിൽ വന്നേക്കുന്ന ബാഡ്ജും കാര്യങ്ങളെല്ലാം ഫുൾ ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ്. അലോയ് വീൽസ് ആണെങ്കിലും ഫുൾ ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് നിർത്തിയേക്കുന്നത്. ബാക്കി വണ്ടി നല്ല പ്യൂർ വൈറ്റ് ആയിട്ടുള്ളൊരു മോഡൽ. എന്തുകൊണ്ടും ബെൻസിൻ്റെ ജി വാഗൺ ശരിക്കും കൊതിച്ചു പോകുന്നൊരു മോഡൽ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കിടക്കുന്ന ഈ ഒരു മോഡലിൻ്റെ ഇൻറ്റീരിയർ കളർ കാണുമ്പോൾ തന്നെ എന്തായാലും മനസ്സിലാവും ഈ ഒരു വണ്ടി ലക്ഷറിയുടെ അങ്ങറ്റം പോയി നിൽക്കുന്ന ഒരു വണ്ടിയാണെന്ന്. സംഭവം വേറെ ഒന്നുമല്ല, ബെൻറ്റ്ലി. പിന്നെ ഇതിൻ്റെ അപ്പുറത്തായിട്ടൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പച്ച കളറിലെ പോർഷയുടെ പനാമേര എന്ന് പറഞ്ഞിട്ടുള്ളൊരു വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേനും ഈ ഒരു ഷോറൂമിൽ നിലവിൽ ഇപ്പോൾ ഉള്ളത് 3 പോർഷയാണ്. അതിലൊന്ന് നമ്മൾ നേരത്തെ കണ്ട കൈമനും
പിന്നെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പനാമേര എന്ന് പറഞ്ഞ മോഡലും ഇതുകൂടാതെ ഒരെണ്ണം അപ്പുറത്ത് കിടപ്പുണ്ട്. അത് ഞാൻ അപ്പുറത്തെത്തുമ്പോഴത്തേനും കാണിച്ചു തരാം. നിലവിലിപ്പോൾ ഉള്ള ഈ ഒരു വണ്ടിയുടെ കളർ പച്ചയും അതിൻ്റെ അലോയ്സിൻ്റെ കളർ ഓഫ് ഗോൾഡ് ആയിട്ടുള്ളൊരു കളറുമാണ്. ഇതുകൂടാണ്ട് ഈ ഒരു വണ്ടിയുടെ അപ്പുറത്ത് ഒരു റോൾസ് റോയ്സും കിടപ്പുണ്ട്. ഈ ഒരു റോൾസ് റോയ്സിനെ വെച്ച് കാണുമ്പോഴത്തേനും ഇപ്പോൾ ഓൾറെഡി കൊച്ചിയിൽ ഒരുപാട് റോൾസ് റോയ്സ് ഉണ്ട്. അതിപ്പോൾ ദുബായിൽ നിന്ന് കാർനെറ്റ് വഴിയാണെങ്കിലും ഒരുപാട് റോൾസ് റോയ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് റോൾസ് റോയ്സിനെ അധികം എടുത്തു പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇതാണ് ആ ഒരു മൂന്നാമത്തെ പോർഷ്. ഈ ഒരു മോഡൽ ശരിക്കും കൺവെർട്ടബിൾ ആയിട്ടുള്ളൊരു മോഡലാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള നീറ്റായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. ശരിക്കും കണ്ടു കഴിയുമ്പോഴത്തേനും ഒന്ന് കയറിയിരിക്കണം, ഒന്ന് ഓടിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ശരിക്കും തോന്നിപ്പോവും. ഇപ്പോൾ ഒരു 7:30 മണിയായപ്പോഴത്തേനും അത്യാവശ്യം തിരക്കുകളൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങി. അതായത് നേരത്തെ വരെ ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം തിരക്കുകളൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേനും ഈ ഒരു ഹർമ്മ മോട്ടോഴ്സിൻ്റെ ഷോറൂമിൻ്റെ ഇൻറ്റീരിയറാണ് നമ്മളിപ്പോൾ ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മേളിലൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കാം ചിലപ്പോൾ അവരതിനെ സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ നിലവിൽ വണ്ടി കിടക്കുന്ന ആ ഒരു സ്പേസ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഹർമ്മ മോട്ടോഴ്സിൻ്റെ ഷോറൂമിൻ്റെ ഇൻറ്റീരിയർ. ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ഈ ഒരു വണ്ടികളൊക്കെ കണ്ടാലും എങ്ങനെയൊക്കെ നോക്കിയാലും കറങ്ങി തിരിഞ്ഞ് വന്നെത്തുന്നത് ഈ ഒരു ആസ്റ്റൺ മാർട്ടിനിലേക്ക് തന്നെയാണ്. ഈ ഒരു വണ്ടിയുടെ താഴത്തെ ലിപ്പും കാര്യങ്ങളെല്ലാം ഫുൾ കാർബൺ ഫൈബർ ഫിനിഷിങ്ങിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് തന്നെ. അതിൻ്റെ ഒരു ഭംഗിയും കൂടി ആ വണ്ടി ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട്. ശരിക്കും ഇതിനകത്ത് ഈ ഒരു വണ്ടിയെ മാത്രം ഞാൻ എന്തുകൊണ്ടാണ് ലാസ്റ്റ് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിടക്കുന്ന BMW 840i എന്ന് പറഞ്ഞ മോഡൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിനകത്ത് ആകെ 3 ഉള്ളൂ. അതിൽ കിടക്കുന്ന ഒരെണ്ണമാണ് ഈ കിടക്കുന്നത്. അതും ഏതാണ്ട് ഒരു 2 കോടിക്ക് മേളിൽ വില വരുന്ന ഈ ഒരു റയർ പീസ് ഐറ്റമായിട്ടുള്ള BMW 840i എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ഹർമ്മ മോട്ടോഴ്സിനകത്തുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ രീതിയിലാണ് ഈ ഒരു വണ്ടിയും കിടക്കുന്നത് തന്നെ. ഈ ഒരു ഷോറൂമിനകത്ത് വന്ന് കയറിയപ്പോഴത്തേനും ഞാൻ അറിഞ്ഞൊരു കാര്യം, ഒന്ന് ലംബോർഗിനിയുടെ ഹുറാക്കൻ എന്ന് പറഞ്ഞൊരു മോഡലിൻ്റെ ഡെലിവറി ഇന്ന് ഈ ഒരു ഷോറൂമിൻ്റെ ഉദ്ഘാടന ടൈമിൽ തന്നെ കഴിഞ്ഞിരുന്നു. അത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ഇതുകൂടാതെ ഇതിന് പുറത്തൊരു DJ പരിപാടിയും ഉണ്ടായിരുന്നു. അതും ഞാൻ സത്യത്തിൽ കയറി അകത്തോട്ട് പോയപ്പോഴത്തേനും കണ്ടില്ലായിരുന്നു. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് അങ്ങനെ ഒരു പരിപാടിയും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞത്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ അർണം മോട്ടോഴ്സിലെ ഈ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.